അമേരിക്കയുടെ പ്രസിഡന്റും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളുമായ ഡൊണാൾഡ് ട്രംപിന്റെ ജീവനുമേൽ നിഴലിച്ചു നിൽക്കുന്ന അതിതീവ്രമായ സുരക്ഷാ ഭീഷണിയെക്കുറിച്ചും ആ ഭീഷണിയെ മറികടന്ന് അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ തികച്ചും നാടകീയവും ആരും അറിയാത്തതുമായ ഒരു രഹസ്യ നീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി അല്ലെങ്കിൽ ഒന്നാം നമ്പർ ശത്രുവായി ഇപ്പോഴും കണക്കാക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണ്. ഇത് വെറുമൊരു അന്താരാഷ്ട്ര ആരോപണമോ ഊഹാപോഹങ്ങളൊന്നുമല്ല. ട്രംപിനെ വധിക്കാനായി ഇറാൻ വിവിധ പദ്ധതികൾ ഇപ്പോഴും സജീവമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നതിന് തികച്ചും ആധികാരികവും നിർണായകവുമായ നിരവധി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അമേരിക്കൻ സർക്കാരിനും അതുപോലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഈ വിഷയത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിച്ചാൽ മാത്രമേ കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയുള്ളൂ. 2020 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന ഇറാന്റെ ഏറ്റവും പ്രബലമായ സൈനിക വിഭാഗത്തിന്റെ പരമോന്നത തലവനായിരുന്ന ജനറൽ കാസിം സുലൈമാനിയെ അമേരിക്ക വ്യോമാക്രമണത്തിലൂടെ വധിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യക്ഷമായ ഉത്തരവിനെ തുടർന്നായിരുന്നു അന്ന് സുലൈമാനി കൊല്ലപ്പെട്ടത്. ഈ ഒരു സംഭവത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നും സുലൈമാനിയുടെ വധത്തിന് കാരണക്കാരനായ ഡൊണാൾഡ് ട്രംപിനെ തങ്ങൾ വധിക്കുമെന്നും ഇറാൻ ഭരണകൂടവും അവരുമായി ബന്ധപ്പെട്ട സൈനിക വൃത്തങ്ങളും പലതവണ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്ക വിട്ടുള്ള വിദേശയാത്രകളിലൊക്കെ തന്നെ അതീവ ജാഗ്രതയോടെയും വലിയ ഭയത്തോടും കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയ്ക്കുള്ളിൽ വെച്ച് പോലും ട്രംപിനെ ലക്ഷ്യമിടാനും അദ്ദേഹത്തെ വധിക്കാനുമായി ഇറാൻ രഹസ്യ ഏജന്റുമാരെയും മറ്റു പല ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശ മാധ്യമങ്ങളും അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും നൽകുന്ന സൂചനകൾ. എന്നാൽ ഈ സുരക്ഷാ ഭീഷണിയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്ന തികച്ചും ഞെട്ടിക്കുന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് തുർക്കിയിൽ വെച്ച് സുപ്രധാനമായ നാറ്റോ ഉച്ചകോടി നടന്നത്. ഈ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഡൊണാൾഡ് ട്രംപ് തുർക്കിയിലെത്തുകയും ചെയ്തിരുന്നു. ഉച്ചകോടിയിലെ വിവിധ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആ ഉച്ചകോടിയുടെ ദിവസങ്ങളിലൊന്നും തന്നെ പുറത്തു വരാതിരുന്ന അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് തുർക്കിയിൽ നിന്ന് ട്രംപ് മടങ്ങിയത് വളരെ വലിയൊരു സുരക്ഷാ നാടകത്തിലൂടെയും വിമാനം അപ്രതീക്ഷിതമായി മാറ്റിക്കയറുള്ള നീക്കത്തിലൂടെയുമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. സംഭവം എന്താണെന്ന് വിശദമായി തന്നെ പരിശോധിച്ചാൽ, ഡൊണാൾഡ് ട്രംപ് തുർക്കിയിലേക്കുള്ള യാത്ര തിരിച്ചത് എയർഫോഴ്സ് 1 എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനത്തിലാണ്. എന്നാൽ ഈ വിമാനത്തിന് ചില പ്രത്യേകതകളും അതോടൊപ്പം തന്നെ ചില വലിയ സുരക്ഷാ പരിമിതികളും ഉണ്ടായിരുന്നു. ഖത്തർ രാജകുടുംബം ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയ വിമാനമായിരുന്നു അത്. പിന്നീട് അതിൽ ആവശ്യമായ മോഡിഫിക്കേഷനുകൾ വരുത്തിയാണ് അതിനെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാ വിമാനമായ എയർഫോഴ്സ് 1 ആക്കി മാറ്റിയെടുത്തത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പരമ്പരാഗത എയർഫോഴ്സ് 1 വിമാനത്തിൽ ഇതുപോലെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഈ പുതിയ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതായത് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന എയർഫോഴ്സ് 1-ൽ മിസൈൽ ആക്രമണങ്ങളെയും മറ്റും അതുപോലത്തുള്ള ആധുനിക ആയുധ ആക്രമണങ്ങളെയും തടയാനുള്ള അത്യാധുനിക ആന്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഖത്തറിൽ നിന്ന് ലഭിച്ച മാറ്റങ്ങൾ വരുത്തിയ പുതിയ ഈ വിമാനത്തിൽ ഇത്തരത്തിലുള്ള ആന്റി മിസൈൽ സിസ്റ്റം സജ്ജീകരിച്ചിരുന്നില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇറാനുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ വിമാനം പറന്നുയർന്ന് കടന്നു പോകുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമോ അത്യാധികം ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അതിൽ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഈ പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തുർക്കിയിൽ വെച്ച് അതീവ സാങ്കേതിക മികവോടുള്ള ഒരു വലിയ സുരക്ഷാ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. തുർക്കിയിലെ ഉച്ചകോടിക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങാനായി സാധാരണ എന്ന പോലെ ഈ പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് തന്നെ കയറുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ നിരവധി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരും അമേരിക്കയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വിമാനത്തിലുമുണ്ടായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ വിമാനത്തിലെ ക്രൂ അംഗങ്ങൾ യാത്രികരോട് വിമാനത്തിൻ്റെ എല്ലാ വിൻഡോ ഷെയ്ഡുകളും താഴേക്ക് താഴ്ത്തിയിടണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയായിരുന്നു. സുരക്ഷ മുൻനിർത്തിയുള്ള പതിവ് നടപടിക്രമമാണെന്ന് കരുതി വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും വിൻഡോ ഷെയ്ഡുകൾ പൂർണ്ണമായും താഴ്ത്തിയിട്ടു. എന്നാൽ ഇതിന് പിന്നിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തികച്ചും ആസൂത്രിതമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. വിൻഡോ ഷെയ്ഡുകൾ താഴ്ന്നതോടെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ വിമാനത്തിനുള്ളിൽ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ഈ അവസരം മുതലെടുത്ത് വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് ഡൊണാൾഡ് ട്രംപിനെ അതീവ രഹസ്യമായി വിമാനത്തിൽ നിന്നും പുറത്തേക്കിറക്കി. അവിടെ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു കാറ്ററിംഗ് ട്രക്കിലേക്ക് അവിടത്തേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ആ കാറ്ററിംഗ് ട്രക്കിൽ വെച്ചാണ് ട്രംപിനെ അവിടെ തന്നെ ലാൻഡ് ചെയ്തിരുന്ന അമേരിക്കയുടെ മറ്റൊരു വിമാനമായ C-32A സുരക്ഷിതമായി എത്തിച്ചത്.
സാധാരണയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റും മറ്റു ഉയർന്ന നയതന്ത്ര പ്രതിനിധികൾക്കും വേണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന അതീവ സുരക്ഷിതമായ വിമാനമാണിത്. ഡൊണാൾഡ് ട്രംപിനൊപ്പം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തും അങ്ങനെ അദ്ദേഹം ഉൾപ്പെടെയുള്ള സുപ്രധാന വ്യക്തികളും ഈ C-32A വിമാനത്തിലേക്ക് കയറുകയുമുണ്ടായി. ഇവിടെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ എയർഫോഴ്സ് വൺ വിമാനത്തിനുള്ളിൽ ഇരുന്ന മാധ്യമപ്രവർത്തകരോ മറ്റു ഉദ്യോഗസ്ഥരോ പോലും ഡൊണാൾഡ് ട്രംപ് വിമാനം മാറി അടുത്ത വിമാനത്തിലേക്ക് കയറിയ സംഭവം അറിഞ്ഞതേയില്ല. കാറ്ററിംഗ് ട്രക്കിലൂടെ C-32A വിമാനത്തിലെത്തിയ ട്രംപുമായി ആ വിമാനം ഉടൻ തന്നെ ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് പറന്നുയർന്നു. ഇതിന് പിന്നാലെ ട്രംപ് ഇല്ലാത്ത എന്നാൽ മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാത്രം അടങ്ങുന്ന എയർഫോഴ്സ് വൺ വിമാനം ലണ്ടനിലേക്കും പുറപ്പെട്ടു. തുടർന്ന് ലണ്ടനിലെ വിമാനത്താവളത്തിൽ ഇരു വിമാനങ്ങളും ലാൻഡ് ചെയ്ത ശേഷമാണ് അടുത്ത നാടകം നടക്കുന്നത്. C-32A വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ട്രംപ് ലണ്ടനിൽ വെച്ച് വീണ്ടും പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലേക്ക് കയറുകയും അതിനുശേഷമാണ് അദ്ദേഹം ആ വിമാനത്തിൽ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തത്. ലണ്ടനിൽ എത്തിയതിനു ശേഷം അതിന് തൊട്ട് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ നിന്നും ഇറങ്ങി വരുന്നത് മാത്രമാണ് പുറത്തുനിന്നുള്ള ലോകവും മാധ്യമങ്ങളുമെല്ലാം കണ്ടത്. ചുരുക്കത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായാൽ അതിനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി സാധിച്ചു എന്ന് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്, ജീവൻ ഭയന്ന് ട്രംപ് നെട്ടോട്ടം ഓടുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുള്ളതാണ്. അതായത് ഇറാൻ തന്നെ ആക്രമിക്കുമോ, ഇറാൻ തന്നെ കൊല്ലുമോ, ഇറാൻ എന്നെ വകവരുത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് മൂത്രമൊഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ട്രംപ് മാറിക്കൊണ്ടിരിക്കുന്നു. വിമാനം വിട്ട് മറ്റൊരു വിമാനത്തിൽ ഒളിച്ചു കയറുന്നു, അവിടുന്ന് വീണ്ടും തിരിച്ച് ഇപ്പോഴത്തെ വിമാനത്തിലേക്ക് കയറുന്നു. അങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നു, ലോകത്തെ പറ്റിക്കുന്നു, മാധ്യമങ്ങളെ പറ്റിക്കുന്നു, ഇറാനടക്കം പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ വിടുവായ്ത്തരമൊക്കെ ഉണ്ടെങ്കിലും ജീവൻ പോയാൽ പോയില്ലേ എന്നുള്ളത് തന്നെയാണ്. പുതിയ വിമാനത്തിൻ്റെ സുരക്ഷാ പോരായ്മകൾ മനസ്സിലാക്കി ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആ വിമാനത്തിനെതിരെ ആക്രമണം നടത്തിയാൽ പോലും അവരുടെ പ്രധാന ലക്ഷ്യമായ ഡൊണാൾഡ് ട്രംപ് ആ വിമാനത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അമേരിക്കയുടെ തന്ത്രമെന്നാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഒരുപക്ഷെ ആ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ അതിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അപകടത്തിൽ പെട്ടേക്കാമായിരുന്നുവെങ്കിലും ട്രംപിൻ്റെ ജീവൻ സംരക്ഷിതമായി നിലനിർത്താൻ അല്ലെങ്കിൽ സുരക്ഷിതമായി നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെ പ്രതികരണമായി അമേരിക്കൻ സർക്കാരും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും രംഗത്ത് വന്നിരുന്നു. ഖത്തറിൽ നിന്ന് സമ്മാനമായി ലഭിച്ച മോഡിഫിക്കേഷൻ വരുത്തിയ വിമാനം സാങ്കേതികമായി യാതൊരു കുഴപ്പമുള്ളതല്ല എന്നും അത് അതീവ സുരക്ഷിതമാണെന്നുമാണ് അമേരിക്കൻ സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും പഴയ എയർഫോഴ്സ് വണ്ണിൽ ഉണ്ടായിരുന്നത് പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കമുള്ള സജ്ജീകരണങ്ങൾ വൈകാതെ തന്നെ ഈ വിമാനത്തിലും ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനെ ചെറിയ തോതിലൊന്നും അല്ല ഭയപ്പെടുന്നത്. ഇത് യാഥാർത്ഥ്യമായ കാര്യം തന്നെ. കാരണം അതുകൊണ്ടാണ് ജീവൻ ഭയന്ന് കൃത്യമായി ഒരു മുറിയിൽ നിന്ന് മറ്റൊരു റൂമിൽ പോലും പോകാൻ ട്രംപ് ഭയപ്പെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഇറാൻ്റെ കൈവശമുള്ള ഭീമമായ മിസൈൽ ശേഖരവും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഏത് നിമിഷവും വലിയ ഭീഷണി അയക്കാമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിക്കുന്ന പുതിയ വിമാനത്തിൽ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ വിമാനത്തിൽ നിന്നിറങ്ങി കാറ്ററിംഗ് ട്രക്കിൽ കയറി അടുത്ത വിമാനത്തിലേക്ക് മാറുന്ന തരത്തിലുള്ള ഒരു അപൂർവ ഒളിച്ചുകളി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന ട്രക്കിലൂടെ കയറി അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ട്രക്കിലൂടെയൊക്കെ കയറിയാണ് ട്രംപ് ഈ അടുത്ത ഫ്ലൈറ്റിലേക്ക് പോലും കയറുന്നത്. അതായത് പരസ്യമായി നടന്നു പോകാനോ അല്ലെങ്കിൽ ആരും അറിയാതെ ഒളിച്ചു കിടക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെ നീക്കങ്ങളെ കൃത്യമായി മുൻകൂട്ടി കണ്ട് അതിനെ കബളിപ്പിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. അവിടെ നടക്കുന്നത് ഇറാനെ ഭയന്ന് അല്ലെങ്കിൽ അവിടുത്തെ നാറ്റോ സഖ്യങ്ങളെയും അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഭയന്ന്, പ്രത്യേകിച്ച് ഇറാൻ്റെ പട്ടാളത്തെ അടക്കം ഭയന്നുകൊണ്ട് ട്രംപ് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ പുറത്ത് കിടക്കും, എങ്ങനെ പുറത്ത് പോകാം, എങ്ങനെ പുറത്തൊക്കെ വന്ന് ഡയലോഗ് അടിക്കാമെന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ നോക്കുന്നത്. അതായത് ഈ പറഞ്ഞ ആൾ മൊത്തത്തിൽ പേടിച്ച് വരണ്ടിരിക്കുകയാണെങ്കിൽ ബേസ്മെൻറ്റ് മൊത്തത്തിൽ വീക്കായിരിക്കുകയാണ്, പക്ഷെ മുഖത്തത് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ മുന്നിൽ വന്ന് ഞാനിപ്പോൾ ഇറാൻ അങ്ങ് തീർത്ത് കളയും, ഇറാൻ ഇതാ ഇന്നത്തോടുകൂടി അവസാനിച്ചു, ഇന്ന് രാത്രി ഇറാൻ്റെ അവസാനമാണ്, ഇന്ന് ലോകം അവസാനിക്കും, ഇനി ആകാശത്തിന് കീഴിൽ ഇറാനേ ഉണ്ടാകില്ല എന്നൊക്കെ ട്രംപ് വീമ്പിളക്കുമ്പോഴും സ്വന്തം പാൻറ്റിനടിയിൽ നനയുന്നു എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതായത് അവിടെ മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ ട്രംപിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇറാൻ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ട്രംപ് ഈ വിടുവായത്തം മാത്രമേ ഉള്ളൂ, അവിടെ ഇറാൻ നല്ല സർവ്വ പണികളും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം.